ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ പ്രത്യേക അതോറിറ്റി വേണമെന്ന് ടി സിദ്ദിഖ് MLA. മന്ത്രിമാരായ KB ഗണേഷ് കുമാറും മുഹമ്മദ് റിയാസും ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ താമരശ്ശേരി ചുരത്തിലുള്ളൂവെന്ന് MN കാരശ്ശേരി. താമരശ്ശേരി ചുരത്തിൽ ജനുവരി 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് ബീച്ചിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകൾ വിശദമായി. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ പ്രത്യേക അതോറിറ്റി വേണമെന്ന് ടി സിദ്ദിഖ് MLA. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു MLA. നിർഭാഗ്യവശാൽ ഈ ഗതാഗത കുരുക്ക് ഇത്രയധികം അനുഭവിക്കുമ്പോഴും നിലവിലുള്ള താമരശ്ശേരി ചുരത്തിന്റെ കുരുക്കഴിക്കാനുള്ള നടപടികളിൽ സർക്കാരും ജില്ലാ ഭരണകൂടങ്ങളും കോഴിക്കോട് വയനാട് ഭരണകൂടങ്ങളും ഗുരുതരമായ പാളിച്ചയാണ് വരുത്തിയിട്ടുള്ളത്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ മുൻകൈയെടുത്ത് കോഴിക്കോട് വയനാട് ജില്ലാ ഭരണകൂടങ്ങളുടെ പ്രത്യേക അതോറിറ്റിക്ക് രൂപം നൽകണമെന്ന് ടി സിദ്ദിഖ് MLA. ചുരത്തിൽ ദ്രുതകർമ്മസേനയെ നിയോഗിക്കണമെന്നും ബദൽ പാതയായ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ നരകിക്കുകയാണ് വയനാട്ടിലെ ജനം. ആംബുലൻസുകളിൽ പോലും ചികിത്സാ ആവശ്യങ്ങൾക്ക് സമയത്തിന് കോഴിക്കോട് എത്താൻ സാധിക്കുന്നില്ല. വാഹനക്കുരുക്കിൽപ്പെടുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും സംവിധാനങ്ങളില്ല. ലക്കിടിയിലും അടിവാരത്തും കൺട്രോൾ റൂമുകൾ തുറക്കണമെന്നും ഇവിടെ ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്നും മാസങ്ങൾക്ക് മുൻപേ തീരുമാനിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ച യോഗത്തിലെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ ആരാണ് തടസ്സം നിൽക്കുന്നതെന്ന് സർക്കാർ വ്യക്തമാക്കണം. മനുഷ്യാവകാശ കമ്മീഷൻ 2 ഉത്തരവുകളിലായി പ്രശ്നം പരിഹരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടും ജില്ലാ ഭരണകൂടം അനങ്ങിയിട്ടില്ല. മലാപ്പറമ്പ് മുത്തങ്ങ ദേശീയപാത ചിപ്പിലിത്തോട് വഴിയാക്കാനുള്ള പഠനങ്ങൾ വേഗത്തിലാക്കണമെന്നും കുറ്റ്യാടി ചുരം വീതി കൂട്ടി വികസിപ്പിക്കണമെന്നും സിദ്ദീഖ് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മന്ത്രിമാരായ KB ഗണേഷ് കുമാറും മുഹമ്മദ് റിയാസും ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ താമരശ്ശേരി ചുരത്തിൽ ഉള്ളൂവെന്ന് MN കാരശ്ശേരി. രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്ത്രിമാരായ KB ഗണേഷ് കുമാറും PM മുഹമ്മദ് റിയാസും കൂടിയിരുന്ന് ചർച്ച ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ താമരശ്ശേരി ചുരത്തിലുള്ളൂ എന്നും എന്നിട്ടും എന്തുകൊണ്ടാണ് അത് പരിഹരിക്കാത്തതെന്നും മനസ്സിലാകുന്നില്ലെന്നും സാഹിത്യകാരൻ MN കാരശ്ശേരി. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ MLA-മാരായ ടി സിദ്ദീഖ്, IC ബാലകൃഷ്ണൻ എന്നിവർ കളക്ടറേറ്റിന് മുൻപിൽ നടത്തുന്ന രാപ്പകൽ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കാരശ്ശേരി. മന്ത്രിമാർ ചർച്ച ചെയ്ത് അതിന്റെ ഫലം ഇരു ജില്ലകളിലെയും കലക്ടർമാരെ അറിയിക്കണം. വയനാട് ജില്ലയ്ക്ക് ആകെയുള്ള 3 MLA-മാരിൽ ഒരാൾ മന്ത്രിയാണ്. എന്നിട്ടും ഈ സമരം തീർക്കാൻ എന്താണ് പ്രയാസമെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും കാരശ്ശേരി പറഞ്ഞു. നിങ്ങൾ വയനാട്ടുകാരാണ്, അവിടുത്തെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ്. അപ്പോ ഞാനെന്തിനാ വന്നെന്ന് വിചാരിച്ചാല് ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെയാണ്, എപ്പോഴും നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ കൂടെയുണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. വയനാട് പണ്ടേ ഒരു പ്രശ്നമാണ്. DCC പ്രസിഡന്റ് K പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. വയനാട് DCC പ്രസിഡന്റ് TJ ഐസക്, വയനാട് ജില്ലാ UDF ചെയർമാൻ KK അഹമ്മദ്, മുസ്ലിം ലീഗ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് MM റസാഖ്, KPCC ജനറൽ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ, കോഴിക്കോട് UDF ജില്ലാ ചെയർമാൻ K ബാലനാരായണൻ, കൺവീനർ അഹമ്മദ് പുന്നക്കൽ, ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി,
വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബാപ്പു ഹാജി, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ആർ ഷഹീൻ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രിക കൃഷ്ണൻ, പുതുപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തരിക്കാങ്കുഴി, INTUC വയനാട് ജില്ലാ പ്രസിഡന്റ് PP ആലി, പ്രതാപൻ തായാട്ട്, ആർസു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. താമരശ്ശേരി ചുരത്തിൽ ജനുവരി 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. റോഡുകളുടെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം. ദേശീയപാത 766 താമരശ്ശേരി ചുരത്തിലെ 6, 7, 8 വളവുകളിൽ മുറിച്ചിട്ട മരങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് ലോറിയിൽ കയറ്റൽ, റോഡ് അറ്റകുറ്റപ്പണികൾ എന്നിവ നടക്കുന്നതിനാൽ ജനുവരി 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. മൾട്ടി ആക്സൽ വാഹനങ്ങളും ഭാരവാഹനങ്ങളും നാടുകാണി ചുരം വഴിയോ കുറ്റ്യാടി ചുരം വഴിയോ തിരിച്ചുവിടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത ഉപവിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ബീച്ചിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. 2 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. രക്ഷിതാക്കളുമായി പിണങ്ങി വീട് വിട്ട് കോഴിക്കോട് ബീച്ചിലെത്തിയ 16-കാരിയെ ഭക്ഷണവും താമസ സൗകര്യവും നൽകാമെന്ന് പറഞ്ഞ് ഫ്ളാറ്റിലെത്തിച്ച് ലഹരിമരുന്ന് നൽകി പീഡനത്തിന് ഇരയാക്കിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. കാസർഗോഡ് സ്വദേശികളായ മുഹമ്മദ് റഹീസ്, മുഹമ്മദ് ഷമി എന്നിവരാണ് അറസ്റ്റിലായത്. കുട്ടിയെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് ഇവർ ഇരുവരും ചേർന്നാണ്. താമരശ്ശേരി പുതുപ്പാടി സ്വദേശി മുഹമ്മദ് സാലിഹ്, വരുവൻ കാലയിൽ ഷബീർ അലി എന്നിവരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. ഡിസംബർ 20-നാണ് വിദ്യാർത്ഥിനി പെരിന്തൽമണ്ണയിൽ നിന്ന് ബസ്സിൽ കോഴിക്കോട്ടെത്തിയത്. 21-ന് പുലർച്ചെ 2-ന് ബീച്ചിൽ വെച്ച് പെൺകുട്ടിയെ പരിചയപ്പെട്ട റഹീസും ഷമിയും പന്തീരങ്കാവിലെ ഫ്ളാറ്റിൽ കുട്ടിയെ എത്തിക്കുകയായിരുന്നു. ഇവിടെ വെച്ച് ലഹരിമരുന്ന് നൽകി അബോധാവസ്ഥയിലായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. തുടർന്ന് 22-ന് അർദ്ധരാത്രിയോടെ ജീപ്പിൽ കയറ്റി ബീച്ചിൽ കൊണ്ടുവിട്ടു. പെൺകുട്ടിക്ക് 4000 രൂപയും നൽകി. പെട്രോളിംഗ് നടത്തുകയായിരുന്ന പിങ്ക് പോലീസിന്റെ വനിതാ ഹെൽപ്പ് ലൈൻ സംഘം പെൺകുട്ടിയെ കണ്ട് ചോദ്യം ചെയ്തപ്പോഴാണ് വിവരങ്ങൾ പറഞ്ഞത്. തുടർന്ന് വെള്ളയിൽ പോലീസ് കേസെടുത്തു. ടൗൺ ACPയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. പിടിയിലായ പ്രതികൾ നേരത്തെയും ചില കേസുകളിൽ ഉൾപ്പെട്ടവരാണ്. പേരാമ്പ്ര പന്തിരിക്കരയിലെ ഇർഷാദിനെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയാണ് പിടിയിലായ മുഹമ്മദ് സാലിഹ്. വിചാരണയ്ക്കിടെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയതാണ്. കുട്ടിയെ കാണാതായ സംബന്ധിച്ച് ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കുട്ടി പീഡനത്തിനിരയായത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. Surprise! Happy birthday! Friends and party time, it's flavors and party time. Friends and party time, it's flavors and party time. A party, party. A party, party, no ice cream party time. Just come in, taste it, you love it. Milma ice cream, friends and nothing flavors. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വാഹനങ്ങളുടെ വാട്ടർ സർവീസ് ചാർജ് ഏകീകരിക്കുമെന്ന് സർവീസ് സ്റ്റേഷൻ ഓണേഴ്സ് അസോസിയേഷൻ. ജനുവരി 1 മുതൽ നിരക്ക് ഏകീകരണം നടപ്പിലാക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഈ മേഖലയിൽ വ്യത്യസ്ത റേറ്റുകളായിരുന്നു ജില്ലയിൽ ഉണ്ടായിരുന്നത്. വിവിധ മേഖലയിൽ വിവിധ റേറ്റിനായിരുന്നു സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് 1 ഡിസ്ട്രിക്ട് 1 റേറ്റ് എന്നുള്ള രീതിയിൽ ജില്ലയിൽ ഒരൊറ്റ റേറ്റ് എന്നുള്ള രീതിയിൽ 2026 ജനുവരി 1 മുതൽ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്.
നിലവിലുള്ള വ്യാവസായിക മേഖലയിൽ പല സ്ഥാപനങ്ങളും പ്രയാസപ്പെട്ടുകൊണ്ട് ഈ മേഖലയിൽ നിന്ന് പിന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നത്. എല്ലാ സ്ഥാപനങ്ങളും ഒരു ലാഭകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയത്. വാഹനങ്ങളുടെ വാട്ടർ സർവീസ് നിരക്ക് ഏകീകരണം ജില്ലയിൽ ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സർവീസ് സ്റ്റേഷൻ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികളായ അബ്ദുൾ റഹീമും ഷാൻ ഹംസയും അറിയിച്ചു. പ്രതിസന്ധിയിലായിരുന്ന ഈ മേഖലയെ ലാഭകരവും സ്ഥിരതയുള്ളതുമായ ഒരു വ്യവസായമായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് നിരക്ക് ഏകീകരണമെന്ന് ഇവർ പറഞ്ഞു. ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങളിലേക്കും സാമൂഹിക സേവനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ 400-ലധികം സർവീസ് സ്റ്റേഷനുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട്. ആ മേഖലയിലുള്ള ആളുകൾക്ക് ഉള്ള ട്രെയിനിങ്ങും അതേപോലെ തന്നെ അവരുടെ മേഖലയിലുള്ള ചാരിറ്റി പ്രവർത്തനമൊക്കെ ഭാവിയിൽ ഇതിന്റെ പ്രവർത്തന മേഖല ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ ഒ സദാശിവൻ കോഴിക്കോട് കോട്ടൂളി തണ്ണീർത്തടത്തിൽ പാരിസ്ഥിതികം പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മേയർ. കണ്ടൽ മരങ്ങളുടെ തൈ നട്ടുപിടിപ്പിച്ചും സരോവരം ബയോ പാർക്ക് പരിസരം ശുചീകരിച്ചും ബോധവൽക്കരണ ക്ലാസ് നടത്തിയുമാണ് പാരിസ്ഥിതികം പരിപാടി നടത്തിയത്. സരോവരം ബയോ പാർക്കിൽ നടന്ന ചടങ്ങ് മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. ആവാസ കേന്ദ്രങ്ങളെ സംരക്ഷിക്കുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് മേയർ പറഞ്ഞു. നഗരത്തിലെ പട്ടണ പ്രദേശങ്ങളിലെ തിരക്കിലേക്കും ആഡംബരത്തിലേക്കും അല്ല മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത്. ഇത്തരം ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്ന പ്രദേശങ്ങൾ ഏതാണോ അവിടെ പോയി അല്പസമയം ചെലവഴിച്ചാൽ കിട്ടുന്ന മാനസികമായ ഒരു സുഖം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ വലുതാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് നല്ലതുപോലെ പ്രോത്സാഹിപ്പിക്കുന്നതിന് നമുക്ക് കഴിയണം. ഇത് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കാണാൻ നമുക്ക് കഴിയണം. സംസ്ഥാന സർക്കാർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന ഡയറക്ടറേറ്റിന്റെ പിന്തുണയോടെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡന്റെയും CWRDMന്റെയും സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കോഴിക്കോട് ഡിവിഷന്റെയും സാങ്കേതിക സഹകരണത്തോടെ ദർശനം സാംസ്കാരിക വേദിയാണ് കോട്ടൂളി തണ്ണീർത്തടം ആവാസ വ്യവസ്ഥ ഹൃദയ സരസ് പാരിസ്ഥിതികം സംഘടിപ്പിച്ചത്. ദർശനം പ്രസിഡന്റ് പി സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ, കോർപ്പറേഷൻ കൗൺസിലർ പ്രജിത രാജീവ്, MA ജോൺസൺ, VP ശ്യാംകുമാർ, ഡോക്ടർ മിഥുൻ വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ദർശനം പ്രവർത്തകരായ P ജസിലുദ്ദീൻ, MN രാജേശ്വരി, TK സുനിൽകുമാർ, ഡഗ്ലസ് ഡിസിൽവ, കോട്ടൂളി തണ്ണീർത്തട സംരക്ഷണ സമിതി കൺവീനർ A സത്യനാഥൻ, പാലാട്ട് റെസിഡൻഷ്യൽ കമ്മിറ്റി പ്രസിഡന്റ് PJ മാത്യു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷി വിദ്യാർത്ഥികൾ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനം ആർട്ട് ഗാലറിയിൽ നടന്നു. റിഫ്ലക്ഷൻസ് എന്ന് പേരിട്ട പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. പൂക്കളും വീടും കടലും ആകാശവുമെല്ലാം ഇഷ്ടമുള്ള നിറങ്ങളിൽ ചാലിച്ച് മനോഹരമാക്കി കൂട്ടുകാർ. കാഴ്ചക്കാരുടെ കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിരേകുന്നതാണ് ഭിന്നശേഷി കലാകാരന്മാർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ വർണ്ണവിരുന്ന്. റിഫ്ലക്ഷൻസ് എന്ന പേരിലുള്ള ചിത്ര പ്രദർശനത്തിൽ കട്ടിപ്പാറയിലെ ഹെൽത്ത് കെയർ ഫൗണ്ടേഷന് കീഴിലുള്ള കാരുണ്യതീരം ക്യാമ്പസിലെ 8 കലാകാരന്മാരുടെ 80 ചിത്രങ്ങളാണുള്ളത്. രാമുവും രാജ്കുമാറും ഫാർലവും ഹസീനയും മഞ്ജുഷയും നഫ്ലയും ഫാത്തിമ ജിൻസിയും അമീർ അലിയും എല്ലാം തങ്ങളുടെ ഓരോ ചിത്രത്തിലൂടെയും ജീവിതാനുഭവങ്ങളും സ്വപ്നങ്ങളും കൂടിയാണ് പങ്കുവെക്കുന്നത്. ഗ്ലാസ് പെയിന്റിങ്ങും അറബിക് കാലിഗ്രഫിയുമാണ് ഇവർ ഒരുക്കിയത്. താല്പര്യമുള്ളവർക്ക് ചിത്രങ്ങൾ വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. 2016 280 ചിത്രങ്ങൾ സംഘം ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. കാരുണ്യതീരം ക്യാമ്പസിലെ കാരുണ്യതീരം സ്പെഷ്യൽ സ്കൂളിലെയും കാരുണ്യതീരം പ്രതീക്ഷാ ഭവനിലെയും 8 കുട്ടികൾ ഒരു വർഷം കൊണ്ട് വരച്ച 80 പെയിൻറ്റിങ്സ് ആണ് ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യൽ നീഡ്സ് കുട്ടികളുടെ കഴിവ് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇത് 2ാം തവണയാണ് ആർട്ട് ഗാലറിയിൽ വെച്ചിട്ട് നമ്മൾ എക്സിബിഷൻ നടത്തുന്നത്. അഹമ്മദ് ദേവർകോവിൽ MLA പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ ചീഫ് പാട്രൺ ഷുക്കൂർ കിനാലൂർ അധ്യക്ഷനായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യാതിഥിയായി. KPU അലീം, സന്നാഫ് പാലക്കണ്ടി, CT സക്കീർ ഹുസൈൻ, അഞ്ജു മോഹൻ, രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഭാരതീയ വിചാര കേന്ദ്രം 43ാമത് വാർഷിക സമ്മേളനം ജനുവരി 2 മുതൽ 4 വരെ കോഴിക്കോട് നടക്കും. ചാലപ്പുറം കേസരി ഭവൻ, കണ്ടംകുളം ജൂബിലി ഹാൾ എന്നിവിടങ്ങളിലാണ് സമ്മേളനം നടക്കുന്നത്. ഇവിടെ ജൂബിലി ഹാളിലാണ് 3-ാം തീയതിയും 4-ാം തീയതിയും സെമിനാറുകളും സമ്മേളനങ്ങളും നടക്കുന്നത്. 2-ാം തീയതി കേസരി ഭവനിലുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ മേഖലാ ഓഫീസിൽ ഡോക്ടർ കെ മാധവൻകുട്ടി ഗ്രന്ഥശാല ഗവേഷണ വേദിയിൽ വിചാരകേന്ദ്രത്തിൻ്റെ സംസ്ഥാന സമിതിയും പ്രതിനിധി സഭയും യോഗം ചേരും 2-ാം തീയതി. 3-ാം തീയതിയും 4-ാം തീയതിയും ജൂബിലി ഹാളിലാണ് പരിപാടികൾ നടക്കുക. ദേശീയ ചിന്താധാരയിലേക്ക് കേരളത്തിൻ്റെ ആലോചനകളെയും മനസ്സുകളെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഭാരതീയ വിചാരകേന്ദ്രം വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിലും ഭാരതീയ വിചാരകേന്ദ്രം അത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയാണ്. അപ്പോൾ ഭാരതീയ വിചാര കേന്ദ്രം ഇതിൻ്റെ ഒരു തിങ്ക് ടാങ്കായി കോഴിക്കോടിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ സാമൂഹ്യ വിചാരധാരയിൽ ഈ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യാനും ആഴത്തിൽ ചിന്തിക്കുവാനുമുള്ള ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ 2, 3, 4 തീയതികളിലൂടെ കോഴിക്കോട് നടക്കാൻ പോകുന്ന ഈ സമ്മേളനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ക്ഷീര കർഷകർക്ക് സബ്സിഡി നൽകാൻ ഒരുങ്ങി മലബാർ മിൽമ. MRDF ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗമാണ് ഈ തീരുമാനം എടുത്തത്. മലബാർ മിൽമയുടെ സഹോദര സ്ഥാപനമായ മലബാർ റൂറൽ ഡെവലപ്മെന്റ് ഫൗണ്ടേഷൻ ക്ഷീര കർഷകർക്ക് ഗോതമ്പ് തവിട്, ചോളപ്പൊടി എന്നിവയ്ക്ക് സബ്സിഡി പ്രഖ്യാപിച്ചു. ആനന്ദ് മാതൃക ക്ഷീരസംഘങ്ങൾ മുഖേന ക്ഷീര കർഷകർ വാങ്ങുന്ന ഗോതമ്പ് തവിട്, ചോളപ്പൊടി എന്നിവയ്ക്ക് ജനുവരി 1 മുതൽ 2 മാസത്തേക്ക് കിലോഗ്രാമിന് 1 രൂപ നിരക്കിലാണ് സബ്സിഡി ലഭിക്കുക. MRDF ബോർഡ് ഓഫ് ട്രസ്റ്റീസ് യോഗമാണ് ഈ തീരുമാനമെടുത്തത്. സബ്സിഡിക്ക് പുറമെ ഡയാലിസിസിന് വിധേയരാവുന്ന 53 ക്ഷീര കർഷകർക്ക് നിലവിൽ പ്രതിമാസം നൽകി വരുന്ന 1000 രൂപ ചികിത്സാ സഹായം തുടരാനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കാതെ മരിച്ച 11 പശുക്കളുടെ ഉടമസ്ഥർക്ക് MRDF ചാരിറ്റി ഫണ്ടിൽ നിന്ന് പ്രത്യേക സഹായധനം അനുവദിക്കാനും യോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനശ്വര സംഗീതകാരൻ MS ബാബുരാജിന്റെ സ്മരണയിൽ സംഗീത ദൃശ്യ ശ്രാവ്യ ആവിഷ്കാരം. യൂത്ത് ദ കൾച്ചറൽ ടീം 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് അകലെ താരാപദങ്ങളിൽ എന്ന പരിപാടി നടത്തിയത്. ഒരു സംഘടന എന്ന നിലയിൽ യൂത്ത് ദ കൾച്ചറൽ ടീം പ്രവർത്തിച്ചു വരികയാണ്. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി യൂക്ക് ദി കൾച്ചറൽ ടീമാണ് ജൂബിലി ഹാളിൽ അകലെ താരാപഥങ്ങളിൽ എന്ന സംഗീത നൃത്തശില്പം അവതരിപ്പിച്ചത്. വർത്തമാനകാലവും ഭൂതകാലവും ഇടകലർന്നു വരുന്ന സംഗീത ശില്പത്തിന് മേമ്പൊടിയായി ബാബുക്ക ഈണമിട്ട അനശ്വര ഗാനങ്ങളും ഉണ്ടായിരുന്നു. ബാബുരാജിന്റെ വേഷം അവതരിപ്പിച്ച രാജീവ് ബേപ്പൂരിന്റെ പ്രകടനം ശ്രദ്ധേയമായി. ബാബുരാജിന്റെ മകൻ ജബ്ബാർ ബാബുരാജ്, KPA ലത്തീഫ്, ഗംഗാധരൻ അയടത്തിൽ, രവിശങ്കർ, മഹേഷ്, ഉണ്ണികൃഷ്ണൻ കിടങ്ങത്ത്, അഖിലേഷ് മക്കട, TK ജോഷി, ബൈജുലാൽ പണിക്കർ, ഡോക്ടർ സുനിൽ കുമാർ, UT സുരേഷ്, ചിത്രഭാനു നെല്ലിക്കോട്, ഷിജു കുന്നമംഗലം, സച്ചിൻ മരക്കാത്ത്, ഏകലവ്യൻ S കൃഷ്ണൻ, രത്നമണി നെടിയിരുപ്പിൽ, ഷീബ ചിറമ്മൽ,
ആഷില ചിത്രവാലത്ത്, ഷൈനി ദേവസ്യ, ബാൻസുരി തുടങ്ങിയവർ വേഷമിട്ടു. ഇവിടെ വന്ന് നിങ്ങളൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ബാബുക്കയെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ അറിയാൻ പറ്റും. അല്ലല്ലോ പറയാതിരിക്കില്ല. നാടകത്തിന്റെ നിങ്ങളുടെ ക്ലബ്ബ് ഇപ്പൊ ബാബുക്കയെ കുറിച്ചുള്ള ഒരു നാടകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫസർ ടി കെ ഗംഗാധരൻ രചനയും സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് ജയപ്രകാശ് കാര്യാൽ സംവിധാനവും നിർവഹിച്ചു. സംഗീത സംവിധാനം വിജയൻ കോവൂരും, നൃത്ത സംവിധാനം വിനോദ് കാവിലും, രംഗപടം വിജയരാഘവനും, ദീപവിധാനം ഛന്ദസ്സുമാണ് നിർവഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം കാണാൻ പ്രത്യേക അതോറിറ്റി വേണമെന്ന് ടി സിദ്ദിഖ് MLA. മന്ത്രിമാരായ KB ഗണേഷ് കുമാറും മുഹമ്മദ് റിയാസും ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നമേ താമരശ്ശേരി ചുരത്തിലുള്ളൂവെന്ന് MN കാരശ്ശേരി. താമരശ്ശേരി ചുരത്തിൽ ജനുവരി 5 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. കോഴിക്കോട് ബീച്ചിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.